ജാബറേ, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഉള്ള ആൾക്കാരുണ്ടല്ലോ, പിള്ളേര്, അവരിവിടെ കാനഡയിൽ വരണം, മെക്കാനിക് ആവണം എന്നൊക്കെ ആഗ്രഹിക്കണം, അവരോട് എന്താ പറയാനുള്ളത്? ഓൺടാരിയോ ബേസ് ഇവിടെ കുറേ മോട്ടി പവർ ടെക്നീഷ്യൻ എന്നാണ് കോഴ്സിൻ്റെ പേര്. അപ്പോൾ അത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ 4 ലെവൽ അപ്രന്റീഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് നമുക്ക് എക്സാമിലേക്ക് എലിജിബിലിറ്റി കിട്ടുക. എക്സാം എഴുതി കഴിഞ്ഞാൽ പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെഡ് സീൽ ലൈസൻസ്ഡ് ടെക്നീഷ്യൻ ആവാൻ പറ്റും. അതെങ്ങനെയാ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് ചെയ്യണം. അപ്പറ പിന്നെ നാട്ടിലത്തെ വണ്ടിയും ഇവിടുത്തെ വണ്ടി തമ്മിലുള്ള വ്യത്യാസം ഒരു ഡീസലായിരുന്നു. നാട്ടിൽ പൊതുവെ ഡീസൽ വണ്ടികൾ കൂടുതലാണ്. ഇവിടെ അങ്ങനെ ഡീസൽ വണ്ടികൾ കുറവാണ്. ഇപ്പോൾ കൂടുതലും പെട്രോളാണ്. ഇവിടെ ഗ്യാസ് എന്ന് പറയാം, ഗ്യാസ് വണ്ടി എന്നാ പറയുന്നത്. ഇവിടെ പെട്രോളിന് ഗ്യാസ് എന്നായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഉണ്ട് ഡീസൽ വണ്ടികളുണ്ട്. ഒക്കെ ഈ വലിയ വലിയ ട്രക്കുകൾ, അങ്ങനത്തെ പിക്കപ്പ് ട്രക്കുകളൊക്കെയാണ് ഡീസലുകളുണ്ടാകും. മസ്തയ്ക്കുണ്ട്, മസ്തയ്ക്ക് ഒരു ഡീസലുണ്ട്, കുറച്ച് വെഹിക്കിൾസിനുണ്ട്. വണ്ടികൾ ഇവിടെ നാട്ടിലത്തെ പോലെ തന്നെയുള്ള സ്പെക്കുകളുള്ള വണ്ടികളുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലും പ്രയോറിറ്റി സേഫ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് സുസുക്കിയുടെ വണ്ടികളൊക്കെ ഇവിടെ കാണാം, കുറവാണ്, വളരെ കുറവാണ്. നാട്ടിലത്തെ വണ്ടികളിലെ അതേ ഒരു ബോഡി സ്റ്റൈലുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്നോവയുടെ ടൈപ്പ് ഒക്കെ ഇവിടെ CN എന്നൊക്കെ പറയും. CN വ്യത്യാസമുണ്ട്. ഇനി പറയാവുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വണ്ടികൾ നല്ല പക്കയായിട്ട് നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. വണ്ടി വാങ്ങുമ്പോൾ ബ്രാൻഡ് ശ്രദ്ധിക്കുക. അതായത് ടൊയോട്ട ഹോണ്ട, എല്ലാവരും പറയുന്ന ടൊയോട്ട ഹോണ്ട ഒരു ബേസിക്കലി ടൊയോട്ട ഹോണ്ട വണ്ടികൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. വളരെ റിലയബിൾ ആണ്. കാരണം അതിൻ്റെ എൻജിൻസ് ട്രാൻസ്മിഷനും ഈ 2 വണ്ടികൾ, ഇവൻ മസ്ത നല്ലതാണ് കേട്ടോ. മസ്ത എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡിന് ഞാൻ 3rd ഓപ്ഷൻ വെക്കാം മസ്തയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ നിസാനുകളുടെ ട്രാൻസ്മിഷനൊക്കെ ഗുഡാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ നിസാനുകളാണെങ്കിലും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് പറയും. ബാക്കി എല്ലാ വണ്ടികളും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ജാപ്പനീസ് കാറുകളൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഹയണ്ടേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു വണ്ടിയാണ്. കാരണം ബജറ്റ് കുറവാണ്. നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും, പക്ഷേ ആ ഒരു മെയിൻ്റനൻസ് കോസ്റ്റും കുറവാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെയുള്ള 1,00,000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. ഇവിടെ നമ്മുടെ ഒരു ടൊയോട്ടയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, സമീപ്. അപ്പോൾ അവൻ്റെ അവിടെ ഒരു പുതിയൊരു മെക്കാനിക് വന്നു പറഞ്ഞാൽ ആള് ആഴ്ചയിൽ 4-5 വെച്ച് ചെയ്യും ഹയണ്ടയുടെ. അപ്പോൾ ആലോചിക്കുക, ടൊയോട്ടയിൽ ഒരു കൊല്ലത്തിൽ ചിലപ്പോൾ ഒരു എഞ്ചിൻ ചെയ്തെന്നുള്ള രീതിയിലാണ്. അതുപോലെ പിന്നെ ഓയിൽ ചേഞ്ച് 8,000 കിലോമീറ്റേഴ്സ് ടു മാക്സിമം 10,000 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഫോർ എഞ്ചിൻ. പിന്നെ ഇവിടെ ഫ്രാമിൻ്റെ ഓയിൽ ഫിൽറ്റർ കിട്ടും. അപ്പോൾ ഫ്രാമിൻ്റെ ഓയിൽ ഫിൽറ്റർ അല്ലെങ്കിൽ OEM ഓയിൽ ഫിൽറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ കാനഡയിലാണെങ്കിൽ മെയിനായിട്ട് റസ്റ്റ് പ്രൊട്ടക്ഷൻ അതൊരു നല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. റസ്റ്റ് പ്രൊട്ടക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടികളുടെ ഫ്രെയിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ 2012 മുമ്പുള്ള മസ്തകൾ, അതുപോലെ തന്നെ ടൊയോട്ട ആണെങ്കിലും കുറേയൊക്കെ, അതുപോലെ തന്നെ അക്യൂറ, ഹോണ്ടയുടെ വേറെ ലക്ഷറി പ്ലാറ്റ്ഫോമായ ബ്രാൻഡാണ് അക്യൂറ. വണ്ടികൾക്കൊക്കെ റസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഇഷ്ടമുള്ള പൊന്നു പോലെ നോക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ വണ്ടി എനിക്ക് ഒരുപാട് കാലത്തോളം എൻജിന് വേറെ പ്രശ്നമില്ലാണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഒരു ആസ് എ മെക്കാനിക് പുതിയതായിട്ട് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് വണ്ടിയൊക്കെ പ്രത്യേകിച്ച് എടുക്കുന്ന ആളുകളോട് നിനക്ക് എന്താ പറയാനുള്ളത്? യൂസ്ഡ് വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് ഏത് ഇയറാണ്. അതിപ്പോൾ പഴയ വണ്ടികൾ എടുക്കുന്നവരുണ്ട്, വളരെ പഴയ വണ്ടികൾ എടുക്കുന്നവരുണ്ട്, അത്യാവശ്യം പുതിയ വണ്ടികളായിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അപ്പോൾ ഇവിടെ കൂടുതലും കാനഡയിൽ ഇവിടെ എടുക്കുന്ന വണ്ടികൾ ആൾക്കാർ സ്റ്റുഡൻസുകൾ വരുമ്പോൾ അവർക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വെഹിക്കിൾ
ഒരു 2017-18 ശേഷമുള്ള വണ്ടികളൊക്കെ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. കാരണം എന്ന് വെച്ചാൽ പൈസ കൂടുതലാണ്. അപ്പോൾ അത് ബഡ്ജറ്റാണ് ഫസ്റ്റത്തെ കേസ്. അപ്പോൾ ഇനി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഓണറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ച് അതിന് ഹിസ്റ്ററി ഉണ്ട്. അവിടെ കാർഫാക്സ് എന്ന് പറയും. കാർഫാക്സ് എടുത്ത് അതിൻ്റെ ഹിസ്റ്ററി, വെഹിക്കിൾസിൻ്റെ ഹിസ്റ്ററി നോക്കും. വെൽ മെയിൻറ്റൈൻഡ് ആണോ, അത് ഷോറൂമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണോ, അല്ലെങ്കിൽ ഇനി വല്ല ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. മിക്ക ആൾക്കാരും ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് വെഹിക്കിൾ ഒഴിവാക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ മൈനർ ആക്സിഡൻസ് ആയിരിക്കും. ഇനിയിപ്പോൾ മേജർ ആക്സിഡൻസ് ആണെങ്കിലും ഫ്രെയിമിന് യാതൊരു പ്രശ്നമില്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി അവർ ആ വണ്ടി പിന്നീട് അടുത്ത് തന്നെ വിൽക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ റീസെയിൽ വാല്യൂ കിട്ടണമെന്നില്ല. ചിലപ്പോൾ വാങ്ങിയ ആ ഒരു വില കിട്ടും വരില്ല. പക്ഷേ കാർഫാക്സിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടാണ് ഇൻസിഡൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കാർഫാക്സ് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ ഒരു $30 $40 ചിലവുള്ളൂ. അത് സർവീസ് ഒണ്ടാരിയോയിൽ പോയാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഒരു $30 $40 സേവ് ഇപ്പം എന്ത് പറ്റാനാ കാർഫാക്സ് എടുത്തിട്ട് ഇപ്പം എന്തിനാന്നൊക്കെ ഓർത്തിട്ട് പല ആൾക്കാരും ആ ഒരു ചിലവ് $30-40 ചിലവാക്കാൻ മടി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര വലിയൊരു മണ്ടത്തിലാന്ന് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മീറ്റർ തിരിച്ചു വെച്ചും അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കാർഫാക്സ് റിപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മീറ്റർ സർവീസ് റെക്കോർഡ്സും ഉണ്ടാവും കാർഫാക്സിൽ. അപ്പോൾ സർവീസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കാർഫാക്സിൽ ഉണ്ടാവും. അപ്പോൾ ആ $30 അല്ലെങ്കിൽ $40 ചിലവ് നമ്മൾ അത് മുടക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം ശരിക്കും പറഞ്ഞാൽ യൂസ്ഡ് വണ്ടി എടുക്കുമ്പോൾ. മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ രണ്ടാമത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ആദ്യം തന്നെ ഓടിച്ചു നോക്കാം. അവനവൻ്റെ കംഫർട്ടിനനുസരിച്ചുള്ള വണ്ടിയാണോ എന്ന് നോക്കാം. ഇപ്പോൾ മിക്ക ആൾക്കാരും വണ്ടി എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കുക, ഫാമിലി ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു SUV ടൈപ്പ് വണ്ടി SUV ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ SUV ടൈപ്പ് വണ്ടിയാണെങ്കിൽ അവർക്ക് ഫാമിലിനെ കുറച്ചും കൂടി കുട്ടികളൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അല്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു മെക്കാനിക്കിനെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും മെക്കാനിക് ഉണ്ടെങ്കിൽ മെക്കാനിക് കൊണ്ട് നോക്കി വണ്ടി എടുക്കലായിരിക്കും ബെറ്റർ. മിക്ക ആൾക്കാരും പെട്ടിട്ടുണ്ട് ഇപ്പോൾ മെക്കാനിക്കിനെ ഇടാണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു യൂസ്ഡ് വണ്ടി വാങ്ങിയതാണ്. ഞാൻ അവിടെ മെക്കാനിക്കിനെ കൊണ്ടുപോകാണ്ട് വെറുതെ വീട്ടിൽ പോയി വാങ്ങിച്ചപ്പോൾ ആ വണ്ടി മൊത്തം നല്ല പണിയുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വണ്ടി എടുക്കുമ്പോൾ. നാട്ടിലായാലും ഇവിടെ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഒരു 75% ആളുകളും ആകെ വിചാരിക്കണത് വണ്ടിയുടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടയർ വിൻ്റർ ആകുമ്പോഴും സമ്മർ ആകുമ്പോഴും ടയർ മാറാം, പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് അവർക്ക് അറിയാവുന്നത്. കാരണം മെക്കാനിക്കൽ സൈഡ് അവർക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ നീ വേറെ വണ്ടിയിൽ എന്തൊക്കെ മെയിൻ്റനൻസ് ആണ് വരുന്നത്, എന്തൊക്കെ ഫ്ലൂയിഡ്സ് എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യണം, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. മെയിനായിട്ട് വണ്ടിയുടെ മെയിൻ്റനൻസ് ഓയിൽ ചേഞ്ചാണ്. ഓയിൽ ചേഞ്ച് എല്ലാ 8000, അതായത് 2 ടൈപ്പ് ഓയിലുണ്ട്. ഒന്ന് കൺവെൻഷണൽ ഓയിലുണ്ട്, അതായത് സിന്തറ്റിക് അല്ലാത്ത ഓയിൽസിനാണ് കൺവെൻഷണൽ ഓയിൽ പറയുന്നത്. ഈ സിന്തറ്റിക് ഓയിലുണ്ട്, ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലുണ്ട്. അപ്പോൾ ഈ 2 ഓയിൽ ചേഞ്ച് ഒരെണ്ണം 5000-ലാണ്. കൺവെൻഷണൽ നോർമൽ കാറുകൾ, അതായത് 2010, 15, 2010, 2008, 2009 ആ കാലഘട്ടങ്ങളിലുള്ള മിക്ക വണ്ടികൾക്കും, എല്ലാ വണ്ടികളല്ല, ഒരു 60% വണ്ടികൾക്കും ഉള്ളത് കൺവെൻഷണൽ ഓയിലാണ്. അത് 5000 കിലോമീറ്ററിലാണ് മാറ്റേണ്ടത്. പിന്നെ വന്നതാണ് ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിൽ. അത് 8000 കിലോമീറ്റർ തുടങ്ങി 10000 കിലോമീറ്റർ വരെയാണ് മാറ്റാൻ പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ ടൊയോട്ടകളിൽ പറയുന്നത് വെച്ചാൽ 16000 കിലോമീറ്ററിൽ മാറിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കേണ്ട, നമുക്ക് 10000 കിലോമീറ്ററിൽ മാറ്റണതായിരിക്കും അതൊരു ഐഡിയലാണ്. 10000 കിലോമീറ്ററിൽ. അപ്പോൾ പുതിയ വണ്ടികൾ 2020 ശേഷമുള്ള വണ്ടികൾ, ടൊയോട്ട വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അതിൽ ഉണ്ടാവും മെയിൻ്റനൻസ് കേടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചെയ്യുക മെയിൻ്റനൻസ് വെറുതെ ടയർ റൊട്ടേഷൻ ചെയ്യും. എല്ലാം ഒന്ന് നോക്കും, ഫ്ലൂയിഡ്സ് ലെവലും കാര്യങ്ങളൊക്കെ നോക്കും, ടയർ റൊട്ടേഷൻ ചെയ്യും, അത്രേ ചെയ്യുള്ളൂ. നമ്മൾ വിചാരം അവർ ഓയിൽ മാറിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യുക, അടിച്ചെന്നിട്ട് പറയാം എനിക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം എന്ന് പറയാം, ഓയിലും കൂടി മാറ്റണം എന്ന് പറയാം. അപ്പോൾ ഒരു 10000-ൽ പോയിട്ട് ഈ 2 കൂടി ചെയ്യണമായിരിക്കും നല്ലത്, ടയർ റൊട്ടേഷനും കാര്യങ്ങളും. ഒരു ടയർ റൊട്ടേഷൻ കറക്റ്റ് പോകുന്നത് എപ്പോഴും നല്ലതാണ്. ടയർ റൊട്ടേഷൻ എല്ലാ 10000, 12000 കിലോമീറ്ററിൽ ടയർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടയറിന് കൂടുതൽ ലൈഫ് ഉണ്ടാവും. തേയ്മാനം കുറവായിരിക്കും. പിന്നെ മെയിനായിട്ട് പിന്നെ പറയുന്നത് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡാണ്. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ചില വണ്ടികളിൽ, അതായത് 2015
മുന്നുള്ള വണ്ടികളിലൊക്കെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ടൊയോട്ട ഹോണ്ട അക്കോർഡ് ടൊയോട്ടയിൽ മെയിനായിട്ട് അവർ റീപ്ലേസ് ചെയ്യാനായിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് അബ്നോർമൽ ഡ്രൈവിംഗ് കണ്ടീഷനിൽ ചെയ്യാനാണ് പറയുന്നത്. അതായത് കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ആൾ, അല്ലെങ്കിൽ കൂടുതൽ